പലപ്പോഴും പുരുഷ ഹോർമോണിൻ്റെ അളവിലുള്ള കൂടുതൽ മൂലം അമിതമായിട്ടുള്ള രോമ വളർച്ചയൊക്കെ പല PCOD പേഷ്യൻസിലും കാണാറുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, മുടിയുടെ തിന്നിങ് എന്ന് പറയും, ആൻഡ്രോജനിക് അലോപേഷ്യ പോലെ നമ്മുടെ മുന്നിലേക്ക് മുടി കയറി വരുന്ന രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ സ്കിന്നിൽ തൊലിപ്പുറത്ത് കട്ടിപ്പ് വരുന്നത്, നമുക്ക് ബ്ലാക്ക് തിക്കനിങ് പോലെ നമ്മുടെ കൈകളുടെ മടക്കുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തുകൾക്ക് പുറകിൽ കഴുത്തിലൊക്കെ നല്ല ബ്ലാക്ക് തിക്കനിങ് ആയിട്ട് കട്ടിയായിട്ട് വരുന്ന രോഗാവസ്ഥ. ഇതൊക്കെ PCODയുടെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് നമുക്ക് ചെയ്താൽ തന്നെ PCOD ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്കാനിങ് ചെയ്താൽ തന്നെ 2 അണ്ഡാശയത്തിലും കുമിളകളായിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമാണോ, അല്ലെങ്കിൽ 2 ഭാഗത്തും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നമ്മൾ നിയന്ത്രിക്കണം. പലപ്പോഴും ഇതൊരു വന്ധ്യതയുള്ള രോഗികളിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള രോഗികളിലൊക്കെയാണ് പലപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരാറുള്ളത്. അവരുടെ ജീവിതത്തിൽ അവർ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം ഗർഭധാരണം സാധ്യമാവാത്ത അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും PCOD ആണെന്ന് തിരിച്ചറിയാറുള്ളത്. അപ്പോൾ ഇത് ഇൻഫെർട്ടിലിറ്റിയെ പലപ്പോഴും കാര്യമായിട്ട് സ്വാധീനിക്കാറുണ്ട്. കൃത്യമായിട്ട് ഒരു ഓവുലേഷൻ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ അണ്ടം കൃത്യമായിട്ട് പൊട്ടാതിരിക്കുന്നത് മൂലം ഗർഭധാരണം വൈകുന്ന ഒരു അവസ്ഥയൊക്കെ ഈ PCOD രോഗികളിൽ സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും കൃത്യമായിട്ടുള്ള ശ്രദ്ധയും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു PCODയെ നമുക്ക് മറികടക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ എന്താ എന്നുള്ള പല രോഗികളും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ സാധാരണ നമുക്ക് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ, ലീസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മധുരമുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൃത്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നീട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വ്യായാമം പരിശീലിക്കുക എന്നുള്ളത്. പല ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ള കൃത്യമായിട്ടൊരു പ്രാക്ടീസിൽ പല പേഷ്യൻസിൻ്റെ നമുക്ക് മനസ്സിലായുള്ള കാര്യം പറഞ്ഞാൽ അവരുടെ ജീവിത ശൈലിയിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും അവരുടെ PCOD അവർക്ക് നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്. പല ആളുകളും രാവിലെ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അപ്പോൾ അത്തരം ശീലങ്ങളൊക്കെ പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ കൂട്ടാനും വെയിറ്റ് ഗെയിൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നീട് മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ലീൻ PCOD എന്ന് പറഞ്ഞിട്ടുള്ളത്. മെലിഞ്ഞ ആളുകളിലും PCOD കാണാറുണ്ട്. അപ്പോൾ അവരിൽ വെയിറ്റ് കുറക്കുക എന്നുള്ളതിലുപരി അവരുടെ ആ ഹോർമോൺ റെഗുലേഷൻസൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ വരാനും, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വന്ധ്യതയെ പരിഹരിക്കാനും കൃത്യമായിട്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ ബ്രൗൺ റൈസ് ഉപയോഗിക്കുക, അമിതമായിട്ടുള്ള വൈറ്റ് റൈസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ചോക്ലേറ്റ്സുകൾ, കേക്കുകൾ, ഓയിലി ഫുഡ്സൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ അളവ് ശ്രദ്ധിക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള റെഗുലർ റൂട്ടീൻ എക്സസൈസ് എന്നാണ് പറയുക. പല ആളുകളും ഒരു ദിവസം എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ച ജിമ്മിൽ പോവും, പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസങ്ങളോളം ഒന്നും ചെയ്യാതിരിക്കും, പിന്നെ വീണ്ടും ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ വീണ്ടും ഒന്ന് പോകും. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ജിമ്മിൽ പോകണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യണം, എൻ്റെ തടിയൊക്കെ ഒന്ന് കുറക്കണം, PCOD ഒക്കെ ഒന്ന് മാനേജ് ചെയ്യണമെന്ന് പല ആളുകൾക്കും തോന്നലുണ്ടാവും. അങ്ങനെ ആ തോന്നൽ കൊണ്ട് മാത്രം കാര്യമില്ല, അത് നിലനിർത്തുകയും കണ്ടിന്യൂസ് റൂട്ടീൻ റെഗുലർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. PCOD മാറുമോ എന്ന് പല രോഗികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ PCOD മാറും എന്ന് തന്നെയാണ് അതിന് ഉത്തരം. അത് മാറണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആസ് എ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡയറ്റ് പ്ലാൻ നമ്മൾ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിലെ ഭക്ഷണങ്ങൾ കുറക്കുക, വൈറ്റ് റൈസ് കുറക്കുക, അതുപോലെയുള്ള മൈദകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കുക. പിന്നീട് പംകിൻ സീഡ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കാം, അതുപോലെ വാൾനട്ട്സ്, നട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കാം എന്നുള്ളതും ഇതിന് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതശൈലി ക്രമീകരിക്കും. പിന്നീട് ഇതിൻ്റെ ഒരു ചികിത്സയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഹോമിയോപ്പതി ചികിത്സയിൽ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് PCODയെ മാനേജ് ചെയ്യാൻ കഴിയാറുണ്ട്. ഈ പ്രശ്നങ്ങൾ, ഈ മെൻസസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്, പല ആളുകളിലും മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് മെൻസ്ട്രേഷൻ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മെൻസസ് നിൽക്കണമെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം പല രോഗികളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു റെഗുലറായിട്ടുള്ളൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ മെഡിക്കേഷൻ ഒഴിവാക്കിയാൽ പോലും കൃത്യമായിട്ട് ആ റെഗുലർ സൈക്കിൾ വരാനും, പിന്നെ ഈ ഒരു ഓവുലേഷൻ പ്രശ്നങ്ങളെ കൊണ്ട്, അണ്ടാശയ പ്രശ്നങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന PCODയിൽ ഉണ്ടാകുന്ന വന്ധ്യതയെ പരിഹരിക്കാനും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക, ഡയറ്റ് പ്ലാൻ ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഓവുലേഷൻ വരാനും
ആ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം വരുന്ന ഹിർസ്യൂട്ടിസം പോലത്തെ രോമ വളർച്ച, അതുപോലെയുള്ള സിംറ്റംസ്, ബ്ലാക്ക് സ്കിന്നിലുണ്ടാകുന്ന അക്കാന്തോസിസ് പോലത്തെ കട്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കൃത്യമായിട്ട് ചികിത്സ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.